ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു മിനി ഡേ ഇൻ ലൈഫായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. കണ്ണൻ്റെ നാളായിരുന്നു, പൂയൻ നാളായിരുന്നു. അപ്പോൾ അർച്ചനയൊക്കെ നടത്താനായിട്ട് അവനവഞ്ചേരി ശിവക്ഷേത്രത്തിൽ പോയതാണ്. അപ്പോൾ പോയി അമ്പലത്തിലൊക്കെ കയറി തൊഴുവാനായിട്ട് പോയതാണ്ട്. വണ്ടിയിൽ ഓട്ടോയിൽ പോകണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്പലത്തിൽ പോണതുകൊണ്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അമ്പലത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. കളിച്ച് തിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് പിന്നെ അർച്ചനയൊക്കെ നടത്തി നമ്മൾ തിരിച്ച് പോകാനായിട്ട്. നല്ല അമ്പലമായിട്ടോ, നല്ല പ്രകൃതിയായിട്ടുള്ള നല്ലൊരു ക്ഷേത്രം. ഞാൻ ആദ്യമായിട്ടാണ് പോണേ. അപ്പോൾ അർച്ചനയൊക്കെ നടത്തിയിട്ട് തിരിച്ചിറങ്ങി വരുവാണ്. വന്നിട്ട് നമ്മൾ വൈകിട്ടൊന്ന് പുറത്ത് പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു. കൊല്ലത്ത് ഒരു എക്സ്പോ കാണാനായിട്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, കൊല്ലം ആശ്രമ മൈതാനത്ത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോയി എക്സ്പോ സ്ഥലത്തെത്തി. മറൈൻ ഓഷനോ അങ്ങനെ എന്തോ ആണ് എക്സ്പോയുടെ പേര്, എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുമായിരുന്നു. ഒരാൾക്ക് ടിക്കറ്റ് 150 രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. അകത്തോട്ട് കയറാനായിട്ട് നമ്മൾ പോവുകയാണ്. ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകാനായിട്ട് അങ്ങോട്ട് പോകുന്നു. വണ്ടി വന്നോട്ടാണ് മുടി അത്രയും പൊങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയൊരാരുമില്ലായിരുന്നു. നമ്മൾ പിള്ളേർ സെറ്റ് മാത്രമായിട്ട് പോയതാണ്. ചേട്ടൻ്റെ മാമൻ്റെ മക്കളും പിന്നെ ചേട്ടത്തി, എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ വൈഫായിട്ട് പോയതാണ്. വൈഫും കൊച്ചുങ്ങളും ഇത്ര പേരെ ഉണ്ടായിരുന്നു. ഓട്ടോയിലാണ് പോയത്. അപ്പോൾ പോയി ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് അകത്തോട്ട് കയറുവാണ്. അപ്പോൾ ഞാൻ ഒരു തവണ ഈ എക്സ്പോ നടന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് വന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അന്ന് കണ്ണമോൻ ചെറുതായിരുന്നു, ഇപ്പോൾ രണ്ടാമത് വന്നതാണ്. പക്ഷേ അത്യാവശ്യം നല്ല കാണാൻ, നമ്മൾ ടിക്കറ്റ് എടുത്ത റേറ്റിൽ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അകത്ത് കയറി നല്ല ഇത്തിരിയൊക്കെ കാണാൻ. ഇതാണ്ട് ഇതിൻ്റെ അകത്തിരുത്തി രണ്ടുപേരെ ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു. ഫോട്ടോസൊക്കെ ഇതായ റോബോട്ടുണ്ട്, ചാടി വരുന്നു. കണ്ണമ്മോനൊക്കെ പേടിയായിരുന്നു അങ്ങനെ ചാടിയൊക്കെ വരുന്നത് കണ്ടിട്ട്. അതൊക്കെ കണ്ടു. നല്ല കാണാൻ അത്യാവശ്യം നല്ല ഇതുണ്ട്, ആംബിയൻസ് ഉള്ള ഇത് തന്നെയായിരുന്നു എക്സ്പോ. അപ്പോൾ അതിനൊക്കെ കണ്ടു, വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ അകത്തോട്ട് പോയപ്പോഴത്തേക്കും നമ്മളകത്തോട്ട് ഇവിടെ നല്ല വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. ഞാൻ അന്ന് വന്നപ്പോഴും ഒരുപാട് മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കണക്ക് ഇത്തവണ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടി ഒരാൾക്ക് 50 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ റീൽസ് എടുത്ത് തരും. അപ്പോൾ ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് വെള്ളത്തിൽ കിടന്നിട്ട് ഉള്ള നല്ല രസമുണ്ടായിരുന്നു. വലിയ കുമിളകൾ ഇടുന്നതും അടിപൊളിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു, ഹായ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇത് കാണാനൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. സാധനം വാങ്ങാനുള്ള സെക്ഷനും അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. സാധനം വാങ്ങാനുള്ളയും ഫുഡ് കഴിക്കാനുള്ളയും ഫുഡ് കോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഉള്ളായിരുന്നു. പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഒരുപാട് റേറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ കുട്ടിയൊക്കെ കളിക്കാനുള്ള പ്ലേയിങ് സെക്ഷനിലുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മത്സ്യകന്യക, ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അടിപൊളിയായിരുന്നു. അവർ സോങ്ങൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലത്. ആരെങ്കിലും ഇവിടെ എക്സ്പോയ്ക്ക് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും പറ്റുമെന്നുള്ളവർ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലതാണ്, അത്യാവശ്യം കാണാൻ നല്ലതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടോ വേവ് ചെയ്ത് പോണതൊക്കെ അവർ കാണിച്ചു തന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ മേലിൽ പോയിട്ടാണ് പിന്നെ വന്ന് ഓരോന്ന് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ മീനുകളെ സെക്ഷനിലോട്ട് പോയി. നല്ല വെറൈറ്റി നല്ല കളർഫുൾ ഫിഷസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു സംഭവം ഗുഹയ്ക്കകത്തൂടെ പോയി. മേലിൽ നമുക്ക് ഗുഹ മീൻസ് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലാണൊക്കെ തോന്നും, മേലിൽ ഫുള്ള് മീൻ. പിന്നെ അത് കണക്ക് ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന 2 പൂച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കണ്ടു. അതിങ്ങനെ ഉറങ്ങുക, അതിനെ കണ്ടു. പിന്നെ അല്ലാതെ ഇത് ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകണതൊക്കെ തോന്നും. അത് നല്ല സെറ്റ് സാധനമായിരുന്നു കേട്ടോ കയറിയപ്പോൾ. പിന്നെ മീനുകളെ ഈ പൂച്ചേനൊക്കെ കാണിച്ചു കൊടുക്കുക. അവൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് പൂച്ചകളെ രണ്ടുപേരെയും. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെയും വെറൈറ്റി ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു. അത് ഓരോന്നും ഇങ്ങനെ നല്ല ഇതായിട്ട് കാണാൻ പറ്റിയായിരുന്നു.
ഒരുപാട് വെറൈറ്റി ഫിഷസ് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫിഷസ് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു അവിടെ കേട്ടോ. നല്ല ഫിഷസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ നമ്മളവിടെയൊക്കെ കറങ്ങി ഒത്തിരിയൊക്കെ നിന്നിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ഫുഡ് കോർട്ടിലോട്ട് പോയായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും ഇല്ല. ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസാണ് പോയിട്ട്. അത്യാവശ്യം നല്ല ബെറ്ററാണ്. കാണാൻ നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ 5 മണിക്ക് പോയി 9:30 കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഒരുപാട് നാളായി ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ. ഓക്കെ, സീ യു.